ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗീതൂസ് കിച്ചൻ. അപ്പോൾ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മാംഗോ ഡൽഗോണയാണ്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടെ നോട്ടിഫിക്കേഷനായി ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് മാംഗോ ഡൽഗോണ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മാംഗോ ഡൽഗോണ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മാങ്ങ നല്ലതുപോലെ തൊണ്ടക്ക് ചെത്തി ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര പൊടിച്ചത് വേണം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഫ്രഷ് ക്രീമാണ്. പിന്നെ ഞാൻ മാംഗോൻ്റെ ഒരു ടാങ്കിൻ്റെ 2 ചെറിയ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാംഗോ ഡൽഗോണ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ചെത്തി വെച്ച മാങ്ങ ഒരു മിക്സിയിലേക്കിട്ട് നല്ലതുപോലെ പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ നല്ലതുപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ആവശ്യത്തിന് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് യോജിപ്പിച്ചാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ട പാല് ഞാൻ നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാല് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുത്ത ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഡൽഗോണ നമ്മളെ ചതിച്ചു. ക്രീം വിചാരിച്ചതുപോലെ പൊങ്ങിക്കിടന്നില്ല, എല്ലാം താഴത്തോട്ട് പോയി. Panipaali. Ayayo, Panipaali lo. പക്ഷേ തോറ്റു കൊടുക്കാൻ മനസ്സിലാത്തതുകൊണ്ട് വീണ്ടും ക്രീം എടുത്ത് ബീറ്റ് ചെയ്ത് അതിലേക്ക് പഞ്ചസാര പൊടിച്ചതും മാംഗോ പൾപ്പ് ഇട്ട് വീണ്ടും അടിച്ചു. വീണ്ടും മാംഗോ ഡൽഗോണ ക്രീം ഞങ്ങൾ തയ്യാറാക്കി. വീണ്ടും ഒരു ഗ്ലാസ്സിലേക്ക് പാലൊഴിച്ച് അതിൻ്റെ മുകളിലായിട്ട് അടിച്ചു വെച്ചിട്ടുള്ള അതിൻ്റെ മുകളിലായിട്ട് രണ്ടാമതടിച്ച ഡൽഗോണ ക്രീം ഇട്ട് കൊടുത്തു. പക്ഷേ വീണ്ടും ഞങ്ങൾ ചതിക്കപ്പെട്ടു. വിചാരിച്ചതുപോലെ അങ്ങോട്ട് പൊങ്ങി വന്നില്ലെങ്കിലും കുറച്ചൊക്കെ പൊങ്ങി കിടപ്പുണ്ട്. Panipaali. Ayayo, Panipaali lo. പിന്നെ ഞങ്ങളൊരു പ്ലാൻ സി ഉണ്ടാക്കി. അതിലേക്ക് ക്രീമും പഞ്ചസാര പൊടിച്ചതും മാംഗോ ടാങ്കും കൂടി ആഡ് ചെയ്ത് അടിച്ച് നോക്കി. അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് വീണ്ടും പാലൊഴിച്ച് വീണ്ടും മാംഗോ ഡൽഗോണ ക്രീം ഇട്ടു. വിചാരിച്ചതുപോലെ മാംഗോ ഡൽഗോണ അങ്ങോട്ട് സഹകരിച്ചില്ല. Panipaali. Ayayo, Panipaali lo. പക്ഷേ ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ആദ്യം തയ്യാറാക്കിയിട്ട് ശരിയാകാത്ത പാലും ഡൽഗോണ മിക്സും എല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഇട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് നല്ലൊരു സ്മൂത്തി ആക്കി എടുത്തു. പിന്നെ
എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പേരിടുക എന്നുള്ളത് മലയാളികളുടെ പണ്ടത്തെ ഒരു ശീലമാണല്ലോ. അപ്പോൾ ഞങ്ങളിതിനെ മാംഗോ സ്മൂത്തി ആക്കി എടുത്തു. അപ്പോൾ നമ്മുടെ അടിപൊളി മാംഗോ സ്മൂത്തി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറയുന്നില്ല. പണിപ്പാളിയ ഡൽഗോണയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. Panipaali.